ദൈവത്തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണല്ലോ വായിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ 11-ാമത്തെ അധ്യായമാണ്. ഇന്നലെ 10-ാം അധ്യായം നമ്മൾ വായിച്ചു. അറേബ്യൻ നാടുകളിലെ രാജ്ഞിയായ ശേബ രാജ്ഞി ശലോമോൻ്റെ ജ്ഞാനവും ഒക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ചെല്ലുന്നതും അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ശലോമോൻ ഉത്തരം പറയുന്നതും ആ രാജ്ഞി പോലും അതിശയിക്കുന്നതും വളരെയേറെ സമ്മാനങ്ങളും സുഗന്ധവർഗ്ഗങ്ങളൊക്കെ പ്രതിഫലമായി അദ്ദേഹത്തിന് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ലോകത്തിൽ ഏറ്റവും മഹാനായൊരു രാജാവായി ആയിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ഒരു രാജാവിനെയാണ് നമ്മളിതുവരെ കണ്ടത്. എന്നാൽ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ശലോമോൻ്റെ പിന്മാറ്റമാണ്. കാരണം അദ്ദേഹം അനേക സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. അതും മറ്റ് ജാതികളിൽപ്പെട്ടവരെയൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വിവാഹം കഴിക്കുകയാണ്. യഹോവയായ ദൈവം നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ വിജാതികളിൽ നിന്ന് വിവാഹം കഴിക്കരുത്, കഴിച്ചാൽ കാലക്രമത്തിൽ അവരുടെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ പോകും. അന്യദൈവങ്ങളെ ബിംബങ്ങളെയൊക്കെ ആരാധിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരുടെ സ്വാധീനത്തിൽ സത്യവിശ്വാസം വിട്ടുകളയാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞ് അങ്ങനെയുള്ളവരുമായി നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് ദൈവം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ശലോമോൻ അതൊന്നും അവിടെ കേൾക്കുന്നില്ല. അനേകം ഭാര്യമാരെ അദ്ദേഹം എടുക്കുന്നു. ഒരു ജഡീകനായി അദ്ദേഹം ജീവിക്കുകയാണ്. ജീവിതം ദൈവികനായി ആരംഭിച്ചതാണ്. ഇപ്പോൾ വെറും ജഡീകനായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നു, അദ്ദേഹം പ്രായമായപ്പോൾ ഭാര്യമാർ പറഞ്ഞ ആ ദേവന്മാരുടെ അടുക്കിലേക്ക് അദ്ദേഹം പോകുവാനും അവർക്ക് ധൂപം കാട്ടുവാനും യാഗമർപ്പിക്കാനും കാരണക്കാരനായി ഇവിടെ തീരുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദാവീദ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയി. പക്ഷെ അവൻ സത്യവിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും അവൻ വെടിഞ്ഞില്ല എന്നുള്ളതാണ്. ശലോമോൻ്റെ പ്രശ്നം, ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ശത്രു രാജാക്കന്മാരില്ല, കലഹങ്ങളില്ല, സമ്പത്തിൻ്റെ ആധിക്യം, ജ്ഞാനം എല്ലാം അവനുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ ശക്തീകരിക്കുന്നത്. എന്നാൽ ഇന്ന് ശലോമോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം വെറും ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വെറും ജഡീകനായി അദ്ദേഹം മാറുകയും ചെയ്യുകയാണ്. നമ്മൾ വായിക്കുന്നു, അദ്ദേഹത്തിന് 700 ഭാര്യമാരും 300ഓളം വെപ്പാട്ടിമാരും, അങ്ങനെ 1000-ലധികം സ്ത്രീകളുമായുള്ള ബന്ധം. എന്നിട്ട് മോവാബ്യരുടെയും അമ്മോന്യരുടെയും ഒക്കെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അദ്ദേഹം ആരാധിക്കേണ്ടി വരുന്ന സാഹചര്യം. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ദൈവം ശലോമോന് പ്രത്യക്ഷനായി അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ട് പോലും അതൊക്കെ മറന്നുകൊണ്ട് ഇന്ന് ജഡീകനായി ജീവിക്കുന്ന സാഹചര്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് ആ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ നീ ഞാൻ പറഞ്ഞ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നീ വാഴും, അതിൽ നിന്ന് വ്യതിചരിച്ചാൽ നിനക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാൻ ശലോമോന് സാധിക്കുന്നില്ല. അതിൻ്റെ ശിക്ഷയായി യഹോവയായ ദൈവം പറയുന്നു, നിൻ്റെ രാജ്യം 2ആയി ഇത് വിഭജിക്കപ്പെടും. എന്നാൽ ശലോമോൻ മരിക്കുന്നത് വരെ അത് സംഭവിക്കില്ല. അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്, നിൻ്റെ പിതാവായ ദാവീദിനെ ഞാൻ ഓർക്കുന്നു. ദാവീദ് എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ക്രൂശിൻ്റെ അനുഭവമായിരുന്നു ജീവിതത്തിലെല്ലാം.
ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ഓർത്ത് നീ മരിക്കുന്നിടം വരെ രാജ്യം നിലനിൽക്കും, അതിനുശേഷം രാജ്യം രണ്ടാവും നിൻ്റെ മകൻ്റെ കാലത്ത്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും അവരുടെ നന്മപ്രവൃത്തികളും മക്കൾക്ക് എങ്ങനെ അനുഗ്രഹമാകുമെന്ന് ഇവിടെ വ്യക്തമാണ്. ഇതുപോലെയാണ് നമ്മൾ തിന്മകൾ ചെയ്താലും യഹോവയായ ദൈവം പറഞ്ഞ ദാവീദ് എന്ന ആ ദീപത്തെ ഞാൻ അണച്ചു കളയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിൻ്റെ രാജ്യം രണ്ടായിട്ട് ഭാഗിക്കപ്പെടും, 10 ഗോത്രങ്ങളും ഒരു ഗോത്രവുമായിട്ടത് മാറും. ഇനിയും 14 വാക്യം വായിക്കുന്നു, ഏദോമ്യനായ ഹാദാദിനെ ശലോമോനെ എതിരായി ദൈവത്തോട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതുവരെ ശലോമോന് ശത്രുക്കളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് ശത്രുവായി ഒരു രാജാവ് എഴുന്നേൽക്കുന്നു. അതിന് 26 വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, സോളമൻ്റെ ഭൃത്യനായ നെബാത്തിൻ്റെ മകൻ ജെറോബെയാമിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ശലോമോൻ ഒരു മകനാണ്, അവൻ്റെ പേര് റഹബയാം എന്നാണ്. ഭൃത്യൻ്റെ മകൻ്റെ പേരാണ് ജെറോബെയാം. ഈ ജെറോബെയാമിനെ ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ ഇവിടെ വായിക്കുകയാണ്. എന്ന് പറയുന്നു, അവനെ അഹിയ പ്രവാചകൻ കണ്ടിട്ട് പ്രവാചകൻ തൻ്റെ പുതിയ ആ മേലങ്കി അദ്ദേഹം പല കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ആ 10 കഷണങ്ങൾ നീ എടുത്തോളാൻ ജെറോബെയാമിനോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 10 ഞാൻ നിനക്ക് തരും, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ ഭൃത്യൻ്റെ മകനായ ജെറോബെയാമിനെ ദൈവം പ്രവാചകൻ മുഖാന്തരം ആ വാഗ്ദത്തം കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നാൽ ശലോമോൻ്റെ മകൻ റഹബെയാമിന് ഒരു ഗോത്രം, ആകെ 12 ഗോത്രങ്ങളാണുള്ളത്. 11 പിന്നെ ലേവ്യ ഗോത്രം, അത് പുരോഹിത ഗോത്രമാണല്ലോ, അങ്ങനെയാണ് 12 ഗോത്രങ്ങൾ. കാരണം അതിന് 34 വാക്യം നമ്മൾ വായിക്കുന്നു, ദാവീദിനെ പോലെ ശലോമോൻ ദൈവികമായ കൽപ്പന പാലിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഈ ശിക്ഷയ്ക്ക് കാരണമായിട്ട് മാറുന്നത്. നമുക്കറിയാം, അവൻ ആരായിരുന്നു? വലിയ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മഹാജ്ഞാനി, സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഉന്നതിയിൽ നിന്നതായ ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവനിതാ വീഴ്ചയിലേക്ക് പോകുന്നതായി നമ്മൾ ഇവിടെ കാണുകയാണ്. ഭക്തനായ ദാവീദിനെ ഓർത്ത് ഒരു ഗോത്രത്തെ മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി ഈ ഗോത്രങ്ങളെല്ലാം ജെറോബെയാമിൻ്റെ കൂടെ പോകുമെന്ന് ദൈവം അവിടെ പറയുന്നു. ഈ വിവരമറിഞ്ഞ ശലോമോൻ തൻ്റെ മകൻ റഹബെയാമിന് പകരം ജെറോബെയാമിനെ അഹിയ പ്രവാചകൻ അഭിഷേകം ചെയ്തു, അല്ലെങ്കിൽ അവനെ അവിടെ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ ജെറോബെയാമിനെ കൊന്നുകളയാൻ ശലോമോൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും ആരെയും കൊല്ലാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം എല്ലാ അധികാരവും തനിക്കായിരുന്നു. തനിക്ക് ശേഷം തൻ്റെ മകന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു അറിയിപ്പുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ജെറോബെയാം ജീവിച്ചിരുന്നെങ്കിൽ മാത്രമല്ലേ പ്രശ്നങ്ങളുള്ളൂ, അവനെ കൊന്നുകളയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവനത് സാധിക്കുന്നില്ല എന്ന് ഓർക്കണം. ഇത്ര അധികാരങ്ങളുണ്ടായിട്ടും അവൻ വൃദ്ധനായി, ശേഷികളൊക്കെ ആ സമയമായപ്പോഴത്തേക്കും എല്ലാം കുറഞ്ഞുപോയി എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ശലോമോൻ ഇവിടെ നോക്കാം, 40 വർഷം രാജാവായി അദ്ദേഹം ഇസ്രായേൽ ജനത്തെ അദ്ദേഹം വഴി നടത്തിയവനാണ്. ഇവിടെ ശലോമോൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്, ദൈവികമായ ദർശനത്തോടു കൂടിയാണ്. അവസാനിക്കുന്നത് പാപത്തിലാണ്. പ്രിയമുള്ളവർ, പാപത്തിൽ ആരംഭിച്ചാൽ പോലും ദൈവത്തിൽ സമാപിക്കാൻ നമുക്കിടയാകണം. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിലാണ് ആരംഭിച്ചത്. മാമോദീസയിലൂടെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ അവസാനം പാപത്തിൽ ചെന്ന് അവസാനിക്കാതെ ദൈവത്തിൽ തന്നെ അവസാനിക്കാൻ നമുക്കിടയാകണം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, പാപത്തിൽ ഞങ്ങളുടെ ജീവിതം സമാപിക്കുവാൻ ഇടയാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവികമായ ഒരു നല്ല അന്ത്യം പ്രാപിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.